തനിക്കെതിരെ ഒരു പീഡന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കൃത്യമായ വിശദീകരണം നിവിൻ പോളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. താൻ പരാതിക്കാരിയെ അറിയില്ല, നേരിട്ട് കണ്ടിട്ടില്ല, കൃത്യമായി തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടോ, ഈ പരാതിക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്നാണ് സംശയം. ഏതറ്റം വരെയും ഈ സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാം. നാളെ ആർക്കെതിരെയും ആരും ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനാൽ തന്നെ അതിനെതിരെ ഒരാൾ സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തനിക്ക് അത്തരത്തിലൊരു സാഹചര്യം വന്ന സ്ഥിതിക്ക് താൻ കൃത്യമായി അതിൽ വിശദീകരണം നൽകുന്നു എന്ന് പറഞ്ഞാണ് നിവിൻ പോളി മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കപ്പെടുകയും ആ ആരോപണ വിധേയൻ ഞൊടിയിടകൾക്ക് നിമിഷങ്ങൾക്കകം തന്നെ മാധ്യമങ്ങളോട് വന്ന് തൻ്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്യുന്നത്. നിവിൻ പോളി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ്, വ്യക്തമാണ്. കീർത്തി മോഹൻ കൂടി ചേരുന്നു വിശദാംശങ്ങളുമായി. കീർത്തി, നിവിൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. വ്യാജ പരാതിയാണ്, ആ പെൺകുട്ടിയെ തനിക്കറിയില്ല, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കൃത്യം 100% ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് സംസാരിക്കുന്നത്. ഇപ്പോഴെങ്കിലും അത് ക്ലിയർ ചെയ്യണം എന്ന് കൃത്യമായി തനിക്കൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഈ പെൺകുട്ടിയെ അറിയില്ല എന്ന് കൃത്യമായി തന്നെ നിവിൻ വിശദീകരിക്കുന്നു. കീർത്തി. ഈ ആരോപണം തീർത്തും വ്യാജമാണെന്നാണ് ഇപ്പോൾ നിവിൻ പോളി പറയുന്നത്. തനിക്ക് ഈ പെൺകുട്ടിയെ ഒരു തരത്തിലും അറിയില്ല, ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നിവിൻ പോളി പറയുന്നത്. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് തനിക്കെതിരെയുള്ളത്. ഇതാദ്യമായാണ് ഇങ്ങനെയൊരു ആരോപണം നേരിടുന്നത് എന്നാണ് നിവിൻ പോളി ഇപ്പോൾ പറയുന്നത്. വസ്തുതകൾ അന്വേഷിച്ചിട്ട് വേണം വാർത്ത നൽകാൻ, നിയമത്തിന്റെ എല്ലാ വഴികളും സ്വീകരിക്കും എന്നും നിവിൻ പോളി പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുവതി ഇപ്പോൾ പരാതി നൽകുന്നത് ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ ഒരു മാസം മുൻപ് തന്നെ ഈ യുവതി പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒന്നുക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അതെന്നാൽ പീഡന ആരോപണമായിരുന്നില്ല. അത് തന്നെ സംഘം ചേർന്ന് ഈ നിവിൻ പോളിയും സംഘവും കൂട്ടം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് ഈ യുവതി നൽകിയ പരാതി. ഇപ്പോൾ നിവിൻ പോളി ഈ ആരോപണം ശരിവെക്കുന്നില്ല, ഈ ആരോപണം സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ഒരു മാസം മുൻപ് ഈ സ്റ്റേഷനിൽ നിന്നും തന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി അപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, അന്നുണ്ടായത് മർദ്ദിച്ചു എന്ന ആരോപണമാണോ, ഇന്നുണ്ടായിരുന്ന പരാതിയെക്കുറിച്ച് പോലും തനിക്ക് ഒന്നും അറിയില്ല, ഇന്നുണ്ടായ ആരോപണത്തെക്കുറിച്ച് പോലും തനിക്കൊന്നും അറിയില്ല എന്നാണ് നിവിൻ പോളി പറയുന്നത്. നിയമത്തിൻ്റെ എല്ലാ വഴികളും സ്വീകരിക്കുമെന്നും നിവിൻ പോളി പറയുന്നുണ്ട്. നാളെയും ആർക്കെതിരെയും ആരോപണങ്ങൾ ഉയരാം, അവർക്കുകൂടി വേണ്ടിയാണ് താനിപ്പോൾ സംസാരിക്കുന്നത് എന്നാണ് നിവിൻ പോളി പറയുന്നത്. ഏത് അന്വേഷണവും സഹകരിക്കും. അപ്പം തന്നെ ഈ കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. ഈ കേസിൽ 1ാം പ്രതി ഒരു വനിതാ സുഹൃത്തായി, യുവതിയുടെയും ഇവരുടെയും കൂടി സുഹൃത്തായ ഒരു വനിതാ സുഹൃത്താണ്. അതിൻ്റെ പേര് ശ്രേയ എന്നാണ്. ഇവരാണ് ഈ കേസിൽ 1ാം പ്രതി. എന്നാൽ ഈ ശ്രേയയെ തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ സുഹൃത്തിനെയും തനിക്ക് അറിയില്ല, ഈ ശ്രേയയെയും തനിക്ക് അറിയില്ല എന്നാണ് ഈ ഇവർ നിവിൻ പോളി പറയുന്നത്. ഇവരെ കണ്ടിട്ടില്ല, ഇവരോട് സംസാരിച്ചിട്ടില്ല. എന്നാൽ തൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് അവരെ അറിയില്ല, അവരെയൊന്നും നേരിട്ട് പരിചയമില്ല എന്നും പറയുന്നുണ്ട്. 1.5 മാസം മുൻപ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 മാസം മുൻപ് ഒന്നുക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ പരാതിയെക്കുറിച്ചൊരു വ്യക്തത നിവിൻ പോളി നൽകിയിട്ടില്ല. അന്നും ഈ ആരോപണം നിഷേധിച്ചിരുന്നതാണ്. ഈ പരാതിക്കാരിയെ ഒരു തരത്തിലും കണ്ടിട്ടില്ല, ഇത് മനഃപൂർവ്വമായ ഒരു ആരോപണമാണ്, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഇതിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് നിവിൻ പോളി പറയുന്നത്. ഇപ്പോൾ പുതിയതായി വന്ന പരാതി, ഇപ്പോഴത്തെ ഈ പീഡന പരാതിയും വായിച്ചിട്ടില്ല എന്നും നിവിൻ പോളി പറയുന്നുണ്ട്. നിർമ്മാതാവിനെ, അതായത് ഈ കേസിലെ 2ാം പ്രതിയായ AK സുനിൽ എന്ന നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ അതെന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ നിവിൻ പോളി തയ്യാറായിട്ടില്ല. ഈ ശ്രേയയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ നിയമത്തിൻ്റെ ഏതറ്റം വരെയും നിവിൻ പോളി പോകുമെന്നാണ് പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ പ്രതിസന്ധികളൊക്കെ ഫിലിം ഇൻഡസ്ട്രിയെ വലിയ തോതിൽ ബാധിച്ചു എന്നാണ് നിവിൻ പോളി പറയുന്നത്. നിരവധി ആളുകൾക്കെതിരെ, താരങ്ങൾക്കെതിരെ അവർ നേരിട്ട, വനിതാ താരങ്ങൾ അവർ നേരിട്ട ദുരനുഭവങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിക്കുകയും
പോലീസിൽ പരാതി നൽകുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ യുവതിയും ഇങ്ങനൊരു പീഡന പരാതി ഇപ്പോൾ SIT ആണ് ആദ്യം ഈ യുവതിയെ സമീപിക്കുന്നത്. പിന്നീടാണ് ഇത് ഉന്നുക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഉന്നുക്കൽ പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കുമെന്നാൽ ഒരു മാസം മുൻപേ ഉണ്ടായ ആരോപണത്തെക്കുറിച്ചോ ഇപ്പോഴുള്ള ഈ ആരോപണത്തെക്കുറിച്ചോ ഒന്നും തന്നെ നിവിൻ പോളിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പരാതിക്കാരിയെ കണ്ടിട്ടില്ല, ഈ ഒന്നാം പ്രതിയായ വനിതാ സുഹൃത്തിനെ തനിക്ക് അറിയില്ല, ഒപ്പം തന്നെ ഈ കേസിലെ രണ്ടാം പ്രതിയായ AK സുനിലിനെയും അറിയില്ല എന്നാണ് നിവിൻ പോളി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. വിനീഷ. കീർത്തി, തീർത്തും സ്വാഗതാർഹമായ ഒരു നിലപാടാണ് നിവിൻ പോളിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. കാരണം ഒരു ആരോപണം നിവിൻ പോളിക്കെതിരെ ഉയരുന്നു, ആരോപണം വാർത്തയായി വരുന്നു. ആ വാർത്ത പുറത്തു വന്ന അതേ സമയം തന്നെ നിവിൻ പോളി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാക്കുന്നു. സംസാരിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. തനിക്ക് ഈ പരാതിക്കാരിയെ അറിയില്ല, 100% താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് സംസാരിക്കുന്നത്. ശാസ്ത്രീയമായി ഏത് അന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണ്, നിയമപരമായി ഏതറ്റം വരെയും പോകും. കാരണം സിനിമാ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായി വ്യാജ പരാതികൾ, ശരിയോ തെറ്റോ എന്ന് തെളിയിക്കപ്പെടാത്ത പല പരാതികളും ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ സംസാരിച്ചു തുടങ്ങണം. അതിനാൽ തൻ്റെ നേരെ ഒരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ താൻ സംസാരിച്ചു തുടങ്ങുകയാണ് എന്നാണ് നിവിൻ പറഞ്ഞു വെച്ചത്. അതെ വിനീഷ, എന്നാൽ നിവിൻ പോളിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തമായ മറുപടി ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം ഈ യുവതി ഒരു മാസം മുൻപ് ഈ മർദ്ദിച്ചു എന്ന തരത്തിൽ പരാതി നൽകിയിരുന്നു. ഇന്ന് കേസെടുത്തതിലാണ് പീഡന കേസുള്ളത്. ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോഴും ഒന്നും അറിയില്ല എന്ന തരത്തിലാണ് നിവിൻ പോളി പ്രതികരിക്കുന്നത്. അന്ന് ഒരു മാസം മുൻപ് ഈ ഊന്നുക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചിരുന്നു, അന്നത്തെ ആരോപണം നിഷേധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഇതിലും ഈ പരാതിക്കാരിയെ അറിയില്ലെന്നും ഈ വനിതാ സുഹൃത്തായി ശ്രേയ അറിയില്ലെന്നും ഈ നിർമ്മാതാവായ AK സുനിലിനെ കണ്ടിട്ടുണ്ട്, ദുബായിൽ വെച്ച് വിദേശത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, എന്നാൽ അത് എന്താണെന്ന് പറയാൻ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നായിരുന്നു പറഞ്ഞത്. ഒരു പൂർണ്ണമായൊരു മറുപടി ഇല്ല. ആരോപണം നിഷേധിക്കുന്നുണ്ട്, അത് സ്വാഭാവികമാണ്. ആരോപണം നിഷേധിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പരാതി വ്യാജമാണെന്ന് പറയുന്നുണ്ട്, അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഒരു വ്യക്തമായ ഒരു മറുപടിയോ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ യുവതി പറയുന്നത് സംഘം ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് കേസിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി. ഒരു മാസം മുൻപ് നൽകിയ പരാതിയിൽ പീഡനാരോപണമില്ല, എന്നാൽ സംഘം ചേർന്ന് മർദ്ദിച്ചു എന്ന ആരോപണമുണ്ട്. എന്നാൽ ഈ ആശുപത്രി രേഖകളൊന്നും തന്നെ ഈ യുവതിക്ക് ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ ഒരു കേസിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ പോലും രേഖകളൊന്നും തന്നെ യുവതിക്ക് ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല. ഈ യുവതി വിദേശത്ത് മറ്റൊരു ജോലി ചെയ്തു വരികയാണ്. അങ്ങനെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. സംഘം ചേർന്ന് പീഡിപ്പിച്ചുവെന്നാണ് പറയുന്നത്. 6 പ്രതികളാണ് ഇതിനകത്തുള്ളത്. അതിൽ 6ാം പ്രതിയാണ് നിവിൻ പോളി, 1ാം പ്രതിയാണ് ഈ ശ്രേയ, 2ാം പ്രതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിർമ്മാതാവായ AK സുനിൽ. മറ്റ് 3 പ്രതികൾ കൂടിയുണ്ട്, ബിനു, ബഷീർ, ഒപ്പം തന്നെ കുട്ടൻ. ഇവരാണ് മറ്റു 3 പ്രതികൾ. ഇതിനാൽ നിവിൻ പോളിക്കുള്ള പങ്കെന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ആരോപണമെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. നിയമത്തിൻ്റെ ഏതറ്റം വരെയും പോകും. ഇത് തനിക്ക് വേണ്ടി മാത്രമല്ല, ഇത്തരം ഇനിയും വ്യാജ ആരോപണങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂടി വേണ്ടിയാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്നാലും ഇന്ന് വൈകുന്നേരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന് പിന്നാലെ തന്നെ നിവിൻ പോളി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. സമാനമായ കാര്യം തന്നെ, തനിക്കെതിരെയുള്ളത് വ്യാജ ആരോപണമാണ്, നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്നാണ് പറയുന്നത്. അതിന് ശേഷമാണ് മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത്. വിനീഷ്. പക്ഷേ കീർത്തി, നേരത്തെ ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ ഊന്നുകൽ പോലീസ് കേസെടുക്കുകയും അതിനെക്കുറിച്ച് ഊന്നുകൽ CI തന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നെന്ന് നിവിൻ പറയുന്നുണ്ട്. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തുടർ നടപടിയായി താൻ എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ നിയമോപദേശം നേടിയ സാഹചര്യത്തിലും ആ ഒരു നിയമോപദേശം നൽകിയ ആളാണെങ്കിലും പോലീസ് ആണെങ്കിലും CI ആണെങ്കിലും നിവിനോട് സംസാരിച്ചത് തുടർ നടപടികളുമായി പോകേണ്ടതില്ല, ഇത് ആ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ ഫേമസ് ആവാൻ വേണ്ടി ചെയ്ത പരാതിയാകാം, ഇതിൻ്റെ പിറകെ പോയി സമയം കളയേണ്ടതില്ല എന്നൊരു നിയമോപദേശമാണ് നിവിൻ പോളിക്ക് ലഭിച്ചത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കൂടുതൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാത്തത് എന്നാണ് നിവിൻ ഒരു വിശദീകരണം നൽകിയത് അക്കാര്യത്തിൽ.
തീർച്ചയായും വിനീഷ, മുൻപുണ്ടായ പരാതിയിൽ, അതായത് 1 മാസം മുൻപ് യുവതി നൽകിയ മർദ്ദിച്ചുവെന്ന ആരോപണം തീർത്തും നിഷേധിക്കുന്നുണ്ട്. അത് ആ ഒരു സമയത്ത് തന്നെ സ്റ്റേഷനിൽ നിന്നും വിളിച്ചപ്പോൾ ഈ ആരോപണം നിഷേധിക്കുകയാണ് ഉണ്ടായതെന്ന് നിവിൻ പോളി പറഞ്ഞു. എന്നാൽ ഈ ആരോപണം എന്താണ് എന്ന കാര്യത്തിൽ നിവിൻ പോളി ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടില്ല. ഇതിലൊരു വ്യക്തതയും നിവിൻ പോളി നൽകിയിട്ടില്ല. എന്താണ് ഇന്നത്തെ ആരോപണം എന്താണ്, ഇതിലൊരു വ്യക്തത തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇന്നത്തെ പുതിയ പരാതിയെക്കുറിച്ച് വായിച്ചിട്ടില്ല. അന്നത്തെ ആരോപണം എന്താണ് എന്ന് ശരി കീർത്തി, വ്യക്തമാണ്. പറഞ്ഞത്. എന്നാൽ അന്ന് നടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിൽ നിവിൻ പോളി വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. തനിക്ക് പെൺകുട്ടിയെ അറിയില്ല, ഇത്തരത്തിലുള്ള ഒരു പരാതി വ്യാജ പരാതി എന്നാണ് വിശ്വസിക്കുന്നത്. തനിക്ക് ഇതിലൊരു പങ്കുമില്ല, പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല, തനിക്ക് പെൺകുട്ടിയെ അറിയില്ല, 100% തെറ്റുകാരനല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഏത് അന്വേഷണത്തെയും, ശാസ്ത്രീയമായ ഏത് അന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണ്. നിയമപരമായി കേസിൻ്റെ ഏതറ്റം വരെയും പോകും. അന്വേഷണം FIR എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് അന്വേഷണം മുന്നോട്ട് പോകട്ടെ, നിയമ നടപടികളുമായി തന്നെ താനും മുന്നോട്ട് പോകുമെന്നാണ് നിവിൻ പോളി കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്.